ഹായ് ഫ്രണ്ട്സ്, മലബാറിലെ ടിപ്പു സുൽത്താൻ്റെ ആസ്ഥാനമായിരുന്ന ഫറൂഖാബാദിലുള്ള ടിപ്പു കോട്ടയിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മൈസൂർ സുൽത്താനായിരുന്ന ഹൈദരാലിയുടെ മകനായിരുന്ന ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം 1750 മുതൽ 1799 വരെയായിരുന്നു. തൻ്റെ പിതാവായിരുന്ന ഹൈദരാലിയുടെ മരണശേഷം 1782 അദ്ദേഹം മൈസൂരിലെ ഭരണാധികാരിയായി മാറി. 1782 പിന്നീട് 6 വർഷങ്ങൾക്ക് ശേഷം ടിപ്പു മലബാർ ആക്രമിക്കുകയും മലബാർ മൈസൂർ രാജ്യത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്തു. ഈ സമയത്ത് അദ്ദേഹം തൻ്റെ ആസ്ഥാനമാക്കിയത് ഫറൂഖ് അഥവാ ഫറൂഖാബാദിനെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആസ്ഥാനമായിരുന്ന ഫറൂഖാബാദിലെ കോട്ട സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ടിപ്പുവിൻ്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ഒരു വലിയ കിണറും നമുക്ക് കാണാൻ കഴിയും. ഈ കിണറിലേക്ക് മുകളിൽ നിന്നും താഴെ വരെ ഇറങ്ങിപ്പോകാൻ പടവുകളുണ്ടായിരുന്നു. ആ പടവുകളിലൂടെ താഴേക്കെത്തിയായിരുന്നു അവർ വെള്ളം ശേഖരിച്ചിരുന്നത്. അതുപോലെ തന്നെ ഈ കിണറിൽ നിന്നും ചാലിയാറിലേക്ക് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു എന്നാണ് അനുമാനിക്കപ്പെടുന്നത്. കാരണം ഇവിടെ നിന്നും ചാലിയാറിലേക്ക് കൂടുതൽ അകലമില്ല. ചാലിയാറുമായിട്ട് ഏതാണ്ട് അടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശത്ത് തന്നെയാണ് ഈ ഇപ്പോഴത്തെ ഫറൂഖ് ജംഗ്ഷനിൽ നിന്നും ഒരു 100 മീറ്റർ അകലെ മാറിയിട്ടാണ് ടിപ്പുവിൻ്റെ ആസ്ഥാനമായിരുന്ന കോട്ടയും ഈ കിണറുമെല്ലാം നിലനിൽക്കുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അടുത്ത കാലത്ത് ഈ പ്രദേശത്ത് വരികയും ഇവിടെ എക്സ്കവേഷൻ നടത്തുകയുമുണ്ടായി. അതേസമയം ഈ പ്രദേശം ഇപ്പോൾ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ചില കേസുകൾ നടക്കുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വിശാലമായിട്ടുള്ള രീതിയിലുള്ള ഒരു എക്സ്കവേഷൻ സാധ്യത കാണുന്നുമില്ല. ഈ ഭാഗം നമ്മളിപ്പോൾ കാണുന്ന ഈ റോക്കട്ട് ചേംബർ, ഇത് മഹാശിലായുഗ കാലത്തെ അഥവാ മെഗാലിത്തിക് കൾച്ചർ കാലത്തുള്ള റോക്കട്ട് ചേംബറാണ്. ഈ റോക്കറ്റ് ചേംബറും സ്ഥിതി ചെയ്യുന്നത് ടിപ്പുവിൻ്റെ ആസ്ഥാനമായിരുന്നുവെന്ന് കരുതപ്പെടുന്ന ഈ കോട്ട നിൽക്കുന്ന പ്രദേശത്ത് തന്നെയാണ്. അതുപോലെ തന്നെ ചാലിയാറിലേക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു തുരങ്കപാത ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ തുരങ്കപാത ഇവിടെ വലിയ രീതിയിലുള്ള ഉത്ഖനനങ്ങൾ നടന്നാൽ മാത്രമേ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നാണയം അടിക്കാനുള്ള അച്ചും ഈ പ്രദേശത്ത് നിന്നും ഉത്ഖനനം ചെയ്തപ്പോൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിയെ തുടർന്ന് മലബാർ പ്രദേശം ടിപ്പു സുൽത്താന് ബ്രിട്ടീഷുകാർക്ക് തിരികെ നൽകേണ്ടി വന്നു. അതോടുകൂടി തുടർന്നുള്ള കാലയളവിൽ 1792 ശേഷം മലബാർ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായി. ടിപ്പുവിൻ്റെ കോട്ട നിന്നിരുന്ന സ്ഥലവും അതോടുകൂടി ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് മാറുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങളുടെ ശേഷിപ്പും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇത് റോക്കട്ട് ചേംബറാണ്, അഥവാ മഹാശിലായുഗ കാലഘട്ടം മെഗാലിത്തിക് കാലത്തെ റോക്കട്ട് ചേംബറാണ്. തൻ്റെ മലബാർ ആക്രമണകാലത്ത് മലബാറിൽ റോഡുകളുടെ ഒരു വലിയ ശൃംഖല തന്നെ ടിപ്പു സുൽത്താൻ നിർമ്മിക്കുകയുണ്ടായി. 1799 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ മൈസൂരിലെ ശ്രീരംഗപട്ടണത്ത് വച്ചാണ് ടിപ്പു യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നത്.
മൈസൂരിൽ പുതിയ നാണയ നയവും പുതിയ കലണ്ടറും പുതിയ നികുതി നയങ്ങളും സ്വീകരിച്ച അദ്ദേഹം സിൽക്ക് വ്യവസായത്തെയും വികസിപ്പിച്ചിരുന്നു.